ഉൽപാദനം ഇന്ത്യയുടെ ദേശീയസുരക്ഷയുടെ അടിത്തറയാണെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇത് പ്രധാനമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Any country basically organizes two things. You can organize consumption and then you can organize production. Modern way of saying organizing consumption is services. Modern way of saying organizing production is manufacturing. But there is more to production than simply manufacturing. For example, agriculture also is about production. Now, pretty much every government since 1990 has done a decent job on consumption, on organizing consumption. Which are the companies that organize consumption? Uber organizes consumption. Reliance organizes consumption. Adani organizes consumption. But we have as a country failed in organizing production. We have excellent companies that try to organize production. They are the Mahindras of this world. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി അദ്ദേഹം ആരോപിച്ചു. 2014 GDPയുടെ 15.3% നിന്ന് 12.6% കുറഞ്ഞു. ഇത് കഴിഞ്ഞ 60 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ജാതി സെൻസസിന് വേണ്ടി ആവശ്യപ്പെട്ട അദ്ദേഹം അതിൽ നിർമ്മിത ബുദ്ധി പ്രയോഗിക്കുന്നത് വളരെയധികം സാധ്യതകൾ ഉണ്ടാക്കുമെന്നും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി ബാറ്ററികൾ, റോബോട്ടുകൾ, മോട്ടോറുകൾ, ഒപ്റ്റിക്സ് എന്നീ രംഗത്ത് ചൈന പ്രവർത്തിക്കുകയാണെന്നും ഈ മേഖലയിൽ ഇന്ത്യയേക്കാൾ കുറഞ്ഞത് 10 വർഷത്തെ ലീഡ് ചൈനയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UPA സർക്കാരിന്റെ 10 വർഷത്തെ ശരാശരി GDP വളർച്ച 7.8% നിന്ന് നിലവിൽ 5.8% കുറഞ്ഞതായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥ ആഗ്രഹിച്ച വേഗതയിൽ വളരുന്നില്ലെങ്കിൽ എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം ആരാഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇതാണോ അമൃതകാലമെന്നും ചോദിച്ചു. കർഷകർക്ക് മിനിമം താങ്ങുവില ലഭിച്ചിട്ടില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയിട്ടില്ലെന്നും ഖാർഗെ ആരോപിച്ചു. जनगणना के बारे में इसलिए हम कहना चाहते हैं कि जाति जनगणना अगर एक बार हो गई तो सबकी हालात, मासी हालात मालूम है और कौन से स्टेज में कौन सी कम्युनिटी है उसका फायदा अपने को मिलता है और जिसको सहूलत हम देना है उसको हम सहूलत दे सकते हैं. इसीलिए ये जाति जनगणना कर रहे हैं. ये किसी और को छेड़ना, किसी को अपमान करना, किसी के इसलिए नहीं. बैकवर्ड क्लासेस जिनको आज बहुत बैकवर्ड में फिर बैकवर्ड है, मोस्ट बैकवर्ड